ഓൾ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സീഡ്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ജീവനുള്ള വിത്തുകൾ എന്ന് പറയുന്ന പാഠമാണ്. ഇത് 5ാം ക്ലാസ്സിന്റെ അടിസ്ഥാന ശാസ്ത്രം അല്ലെങ്കിൽ ബേസിക് സയൻസിലുള്ള പാഠമാണ്. ടീച്ചർ എപ്പോഴും പറയുന്ന പോലെ ഇംഗ്ലീഷ് മീഡിയംകാർക്കും മലയാളം മീഡിയംകാർക്കും പ്രയോജനമുള്ള രീതിയിലാണ് എല്ലാ വീഡിയോസും എടുത്തു പോയിരിക്കുന്നത്. ഇംഗ്ലീഷ് മാക്സിമം കേൾക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഹയർ ക്ലാസ്സസിൽ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ നോട്ട് പുസ്തകം എടുത്തിട്ട് പുതിയ വാക്കുകൾ മുഴുവനും എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നും വായിച്ചു കഴിഞ്ഞാൽ ഇത് നല്ല പരിചയം ഉള്ളതായിട്ട് വരും. അപ്പൊ കഴിഞ്ഞ കുറേ വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് ഓൾറെഡി ഇതിന്റെ ഈ ഒരു ചാപ്റ്ററിൽ തന്നെ. ഇന്ന് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് ഇലകളെ പറ്റിയിട്ടാണ്, ലീവ്സിനെ പറ്റിയിട്ടാണ്. ഇതുവരെ നമ്മൾ വിത്തുകളെ പറ്റി, വിത്തിനെ പറ്റിയിട്ട് പഠിച്ചു, വിത്ത് മുളയ്ക്കാനായിട്ട് എന്തൊക്കെ വേണം, ജെർമിനേഷൻ എന്തൊക്കെ വേണം എന്നുള്ളത് പഠിച്ചു. അതിനുശേഷം നമ്മൾ വിത്തില്ലാണ്ട് എങ്ങനെയാണ് വേറെ ചെടികൾ വരിക, വിത്തില്ലാത്ത ചെടികൾ ഉണ്ടാവും, അവരെങ്ങനെയാണ് വേറെ ചെടീനെ ഉണ്ടാക്കുക എന്ന് പഠിച്ചു. വിത്ത് എന്തുകൊണ്ടാണ് തൊട്ടു താഴെ വീഴുന്നതിനോട് ചെടിക്ക് ഒരു യോജിപ്പില്ലാത്തത്, വിത്ത് കുറച്ച് ദൂരം പോയി വീഴണം എന്നുള്ളതിന് വേണ്ടിയിട്ട് ചെടികൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? ഇലകളിലെ വൈവിധ്യം, ടൈപ്സ് ഓഫ് ലീവ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. വെറൈറ്റി ഇൻ ലീവ്സ്. അപ്പൊ നമുക്ക് അറിയാം പല തരത്തിലുള്ള ഇലകളുണ്ട് അല്ലെ. ചെമ്പരത്തിയുടെ ഇല, മാവില പോലെയല്ല, പ്ലാവില പോലെയല്ല, തെങ്ങിന്റെ ഓല, അങ്ങനെ പല ടൈപ്പ്. വാഴയില നമ്മൾ എപ്പോഴും കഴിക്കുന്ന എപ്പോഴും കഴിക്കുന്ന സദ്യയൊക്കെ കഴിക്കുന്ന വാഴയില എന്ന് പറയുന്നത് വേറെ തന്നെ ടെക്സ്ചറാണ്. അതല്ല നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ഉപയോഗിക്കുമല്ലോ, ചീര ഉപയോഗിക്കും, അതുപോലെ മല്ലിയില ഉപയോഗിക്കും, അതുപോലെ പുതിനയുടെ ഇല ഉപയോഗിക്കും, അങ്ങനെ പല തരത്തിലുള്ള, കരിവേപ്പില യൂസ് ചെയ്യും. ഇതെല്ലാം വേറെ വേറെ രീതിയിലാണ് കാണാൻ. അതിന്റെ പച്ച കളറ് പോലും പലതിനും വ്യത്യാസമാണ് എന്ന് പറയാണ് അല്ലെ. അപ്പോ നമ്മൾ എല്ലാ കാര്യങ്ങളും ഒന്നും പഠിക്കാൻ പോണില്ല. ഇലയിൽ എന്താ പഠിക്കാൻ പോണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇല ഉണക്കി എന്ന് വിചാരിച്ചോളും. നമ്മളൊരു പുസ്തകത്തിന്റെ ഉള്ളിൽ വെച്ചിട്ട് കുറേ ദിവസം കഴിയുമ്പോഴത്തേക്കും അതങ്ങ് ഉണങ്ങി അതിന്റെ ബ്രൗൺ കളർ മുഴുവൻ മാറും. ടീച്ചർ ഇതൊന്ന് ഓഫ് ചെയ്യാണ്, എന്റെ വീഡിയോ 1 മിനിറ്റ് ഒന്ന് ഓഫ് ചെയ്യാണ്. കാരണം ഇത് കണ്ടോ, ഈ ബ്രൗൺ കളർ മുഴുവനും മാറിക്കഴിയുമ്പോഴത്തേക്കും ഇതിലിങ്ങനെ എന്താ പറയുക, വല പോലെയുള്ള സാധനങ്ങൾ കാണും. അതിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോണേ. അപ്പൊ ഇവിടെയും പടമുണ്ട് കണ്ടോ, വല പോലെയുള്ള സാധനങ്ങളുണ്ട്. ഇതിൽ കുറച്ച് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വലയാണെന്ന് പറയാം. അല്ല, ഇത് വല പോലെയില്ല, വേറെ രീതിയിൽ നൂല് പോലെ ഉണ്ട്. അപ്പോ ഈ വലകളെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. അപ്പോ നമുക്ക് നോക്കാം. നമുക്ക് ഇനി അഥവാ ഒരു എന്താ പറയാ ഇലയുണ്ട് എന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ആ ഇലേനെ നമ്മൾ നന്നായിട്ട് ഉണക്കുമ്പോൾ ആദ്യം പോകുന്നത് എന്താണ്? ഗ്രീൻ പാർട്സ് ആർ ലോസ്റ്റ്. എന്ത് സംഭവിക്കും? ഗ്രീൻ പാർട്സ് ആർ ലോസ്റ്റ്. ഓക്കെ, അതിന്റെ പച്ച കളർ അങ്ങോട്ട് നഷ്ടപ്പെടും അല്ലെ. പച്ച കളർ നഷ്ടപ്പെട്ട് കഴിയുമ്പോ എന്ത് സംഭവിക്കും? പച്ച കളർ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും ബ്രൗൺ കളറാവും. പക്ഷെ ബ്രൗൺ കളറും കൂടി പോയി കഴിയുമ്പോഴത്തേക്കും ബാക്കി കുറച്ച് ഭാഗങ്ങൾ ഉണ്ടാവും. എന്താണ് ബാക്കി കുറച്ച് ഭാഗങ്ങൾ? റിമൈനിങ് പാർട്സ് ആർ കോൾഡ് വെയിൻസ് ഓഫ് ദ ലീവ്സ്. റിമൈനിങ് പാർട്ട്, ബാക്കിയുള്ള ഭാഗങ്ങളാണ് ഇങ്ങനെ സിരകൾ പോലെ കാണില്ലേ, അതായത് ഇത് കണ്ടോ, വല പോലെ കാണില്ലേ നമുക്ക്, അതിനെയാണ് വെയിൻസ് എന്ന് പറയാം. ഞാൻ ഇപ്പൊ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം, ഒറ്റ മിനിറ്റ്. അപ്പൊ നമ്മുടെ ശരീരത്തില് ഇതേപോലെ വെയിൻസ് ഉണ്ട്. നമ്മുടെ ശരീരത്തില് രക്തക്കുഴലുകളുണ്ട് അല്ലെ. നമ്മുടെ ശരീരത്തില് രക്തം കൊണ്ടുപോകുന്നത്, ബ്ലഡ് കൊണ്ടുപോകുന്നത് ബ്ലഡ് വെസൽസ് ആണ് അല്ലെ, ബ്ലഡ് വെസൽസ്. അപ്പൊ അതുപോലെ രക്തക്കുഴലുകളാണ് രക്തം കൊണ്ടുപോകുന്നത് ഉള്ളില്. ഇതുപോലെ തന്നെ ചെടികൾക്ക് രക്തമുണ്ടോ? രക്തമില്ല. രക്തം കൊണ്ടുപോകുന്ന കുഴലല്ല വെയിൻസ് എന്ന് പറയുന്നത്. വെള്ളം കൊണ്ടുപോകുന്ന കുഴലുകളാണ് വെയിൻസ് എന്ന് പറയുന്നത്. വെള്ളം കൊണ്ടുപോകുന്ന കുഴലുകളാണ് വെയിൻസ് എന്ന് പറയുന്നത്. വെള്ളം മാത്രമാണോ കൊണ്ടുപോകുന്നത്? ഈ ചെടികളെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ചെടികളിലെ എവിടെയാണ് ഭക്ഷണം പാകം ചെയ്യുന്നത്? നമ്മുടെ ഇലകളിലാണ് ഭക്ഷണം പാകം ചെയ്യുന്നത്. ഫുഡ് ഇസ് പ്രിപ്പയർഡ് ഇൻ ദ ലീവ്സ്. ഫുഡ് ഇസ് പ്രിപ്പയർഡ് ഇൻ ദ ലീവ്സ്. ഈ ഭക്ഷണം ഇലകളിൽ നിന്നും ബാക്കി കുഞ്ഞ് മാങ്ങയ്ക്കും കുഞ്ഞ് ചക്കയ്ക്കും എല്ലാ കുഞ്ഞു സാധനങ്ങൾക്ക്, അതുപോലെ ഇല വളരാനാണെങ്കിലും ചെടി വളരാനാണെങ്കിലും കൊണ്ടെത്തിക്കണം. ഭക്ഷണം വളരുന്ന ഭാഗങ്ങളിൽ കൊണ്ട് ചെന്ന് എത്തിക്കണം. ഈ ഭക്ഷണം ഇലയിൽ നിന്ന് എടുത്തോണ്ട് പോകുന്ന വഴി ഈ വെയിൻസിൽ കൂടിയിട്ടാണ്, ഈ സിരകളിൽ കൂടിയിട്ടാണ് ഭക്ഷണം എടുത്തുകൊണ്ട് പോകുന്നത്. മനസ്സിലായ? 2 കാര്യങ്ങൾ എടുത്തുകൊണ്ട് പോകും. സിരകളിൽ കൂടി, വെയിൻസിൽ കൂടിയിട്ട് 2 കാര്യങ്ങൾ എടുത്തുകൊണ്ട് പോകും. എന്തൊക്കെ 2 കാര്യങ്ങൾ? 1, വെള്ളം എടുത്തുകൊണ്ട് പോകും. 2, ഇലകളിൽ ഉണ്ടാക്കുന്ന ആഹാരം
സിരകളിൽ കൂടി എടുത്തുകൊണ്ട് പോകും. വായിച്ചു നോക്കാം. ഓക്കെ, there are leaves which has lost its green parts എന്ന് വിചാരിച്ചോ. ഈ ഗ്രീൻ പാർട്സ് ലോസ്റ്റ് ആയി കഴിഞ്ഞാൽ ദീസ് റിമൈനിങ് പാർട്സ് ആർ ദ വെയിൻസ് ഓഫ് ദ ലീവ്സ്. ഇതിനെയാണ് വെയിൻസ് ഓഫ് ദ ലീവ്സ് എന്ന് പറയാ. ഈ കാണുന്ന സംഭവങ്ങൾ ഇതൊക്കെ ഉണ്ടല്ലോ. എന്നിട്ട് ഇവിടെ കുഞ്ഞു 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 സാധനം ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ 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 ഈ കാണുന്ന സാധനങ്ങളെയാണ് വെയിൻസ് ഓഫ് ദ ലീഫ് എന്ന് നമ്മൾ പറയാം. വെയിൻസ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഇസ് യൂസ് ടു ട്രാൻസ്പോർട്ട് വാട്ടർ ടു ദ ലീവ്സ് ആൻഡ് ഫുഡ് ഇസ് ടേക്കൺ ഫ്രം ദ ലീവ്സ്. ഭക്ഷണം ലീവ്സിൽ നിന്നും എടുത്തുകൊണ്ട് പോകുന്നു. ആൻഡ് ടു ട്രാൻസ്പോർട്ട് വാട്ടർ, വെള്ളം കൊണ്ടെത്തിക്കാനും ഉപയോഗിക്കുന്നു. ഓക്കെ, ഇത് ഇലകളിലെ പച്ചപ്പ് നഷ്ടപ്പെട്ട ഒരു പടമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൽ വരകൾ പോലെയുള്ള ഭാഗങ്ങൾ കാണാം. ഇത് ഇലയിലെ സിരകൾ ആണ്, വെയിൻസ് ആണ്. വെയിൻസ്, സിരകൾ പുതിയ വാക്കാണ്, ബാക്കിൽ എഴുതിയിടണം. ഓക്കെ, ഈ ഇലകളിലേക്ക് ജലം എത്തിക്കുന്നത് സിരകളാണ്. ഇലകളിൽ നിന്നും ആഹാരം കൊണ്ടുപോകുന്നത് സിരകൾ വഴിയാണ്. ഇലകളിൽ നിന്നും ആഹാരം കൊണ്ടുപോകുന്നത് സിരകളിൽ കൂടിയാണ്. അപ്പൊ ഈ സിരകൾ, ഇത് നമ്മൾ നോക്കിയേ മക്കളെ, ഈ ഇവിടത്തെ വെയിൻസും അപ്പുറത്തെ വെയിൻസും ഇവിടത്തെ വെയിൻസും വ്യത്യാസമുള്ള രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മുടെ വാഴ ഇലയിൽ എന്ത് ഭംഗിയില അല്ലെ, ഇങ്ങനെ തൊടാതെ നല്ല ഭംഗിയിലായിട്ടായിരിക്കും വാഴയില ഉണ്ടാവുക. ഇതാണ് വാഴയില എന്ന് വിചാരിച്ചോ, ഇങ്ങനെയാണ് വാഴയില എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങനെ 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 നല്ല ഭംഗിയിൽ അടുക്കിയിട്ടാണ് വാഴയില ഉണ്ടാവുക അല്ലെ. അതേ സമയം നിങ്ങൾ പ്ലാവില നോക്കിയത്, ഇത് പ്ലാവില അല്ലെ. ഈ പ്ലാവില ഇങ്ങനെ ചറപറാന്ന് പറഞ്ഞിട്ട് ഉണ്ടാവും അല്ലെ. പ്ലാവിലയില് ഇങ്ങനെ നെറ്റ് പോലെ ഉണ്ടാവും, ഒരു വല പോലെ ഉണ്ടാവും അല്ലെ. അപ്പൊ വെയിൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി, ഇലകളിലെ സിരകൾ ക്രമീകരിച്ചിരിക്കുന്ന രീതി. ക്രമീകരണം എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെന്റ് ഓഫ് വെയിൻസ്, ക്രമീകരിക്കുന്ന രീതി. ഇലകളിൽ വെയിൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി, ഇലകളിൽ സിരകളുടെ ക്രമീകരണത്തിന്റെ രീതി. ഇതിനെയാണ് വീനേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയുക, സിരാവിന്യാസം എന്ന് മലയാളത്തിൽ പറയാം. വാട്ട് ഈസ് വീനേഷൻ? ഇതൊക്കെ മക്കൾ കാണാതെ പഠിക്കണം. കാരണം നമ്മൾ പതുക്കെ കാണാതെ പഠിച്ച് തുടങ്ങിയാൽ മാത്രമേ മനസ്സിലാക്കിയിട്ട് ഓർത്ത് വെച്ച് വീണ്ടും പറഞ്ഞു നോക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മെമ്മറി ഇംപ്രൂവ് ആവുള്ളൂ. മെമ്മറി ഇംപ്രൂവ് ആയാലേ മാർക്കും കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ വീനേഷൻ, ഇറ്റ് ഈസ് എ അറേഞ്ച്മെന്റ് ഓഫ് വെയിൻസ് ഇൻ ദ ലീവ്സ്. ഇത് അടുക്കി വെച്ചിരിക്കുന്നത് ഈ കുഴലുകൾ, അതിന് വീനേഷൻ എന്ന് പറയാം, അറേഞ്ച്മെന്റ് ഓഫ് വെയിൻസ് ഇൻ ദ ലീഫ്. സിരാവിന്യാസം എന്ന് പറഞ്ഞ എന്താണ്? ഇലകളിൽ സിരകളുടെ ക്രമീകരണത്തിനെയാണ് സിരാവിന്യാസം എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ 2 ടൈപ്പാണ് നമുക്ക് പഠിക്കാനുള്ളത്. തൽക്കാലം 2 ടൈപ്പ്. ഇതിന്റെ ഉള്ളിൽ കുറേ രീതികൾ ഉണ്ട് കേട്ടോ, അതൊന്നും നമുക്ക് പഠിക്കാനില്ല. കൊച്ചുകുട്ടികളല്ലേ നിങ്ങള്, ഒക്കെ വലിയ ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. 2 ടൈപ്പ് ഉണ്ട്. ഒരെണ്ണം റെറ്റിക്കുലേറ്റ് വീനേഷൻ, അതായത് ജാലിക സിരവിന്യാസം. ഓക്കെ, ഒരെണ്ണം റെറ്റിക്കുലേറ്റ് വീനേഷൻ, അടുത്തത് പാരലൽ വീനേഷൻ, സമാന്തര സിരാവിന്യാസം. റെറ്റിക്കുലേറ്റ് പാരലൽ, ഇത് റെറ്റിക്കുലേറ്റ്, ഇതിന്റെ മലയാളം ഇപ്പൊ പറഞ്ഞുതരാം കേട്ടാ. റെറ്റിക്കുലേറ്റ് വീനേഷൻ, ഇത് പാരലൽ വീനേഷൻ. ജാലിക സിരവിന്യാസം, ഇതെന്താണ്? ജാലിക സിരവിന്യാസം. പാരലൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാന്തര സിരവിന്യാസം. അപ്പൊ ജാലിക സിരവിന്യാസവും സമാന്തര സിരവിന്യാസവും. ഓക്കെ, 2 ടൈപ്പാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇവിടെ നോക്ക്, ജാലിക സിരവിന്യാസം എങ്ങനെ ഉണ്ടാവും? ജാലിക സിരവിന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയിൻ വെയിൻ നമ്മുടെ ഒരറ്റത്ത് നിന്ന്, നടുക്ക് കണ്ടോ, ഈ നടുക്ക് ഒരു മെയിൻ വെയിൻ ഉണ്ട്. മെയിൻ വെയിൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനമായ സിരയുണ്ട്. ഈ സിര എവിടം തൊട്ട് എവിടം വരെ പോവും? ഈ ഒരു തണ്ട്, ഈ ഇലയും തണ്ടുമായിട്ട്, ഇല ഞെട്ടെന്ന് പറയില്ലേ, ഇവിടെ എന്താ പറയാ, തണ്ടുണ്ടാവും, ഒരു സ്റ്റെം ഉണ്ടാവും. ആ സ്റ്റെമ്മിലേക്ക് ഈ ഇല ഘടിപ്പിച്ചിരിക്കുന്ന ഭാഗം ഉണ്ടാവും അല്ലെ, പോയി അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു ഭാഗം ഉണ്ടാവും. അതായത് ഇവിടെ എവിടെ ഉണ്ടാവും? ഈ നടുക്ക് ഒരു മെയിൻ വെയിൻ ഉണ്ട്. നടുക്ക് മധ്യഭാഗത്ത് ഇലഞ്ഞെട്ട്, ഇതിനെയാണ് ഇലഞ്ഞെട്ട് എന്ന് പറയുക. ഇത് ഇലഞ്ഞെട്ടിൽ നിന്നും അഗ്രം വരെ, എവിടെ? ഇവട്ടം വരെ, അഗ്രം വരെ നീളുന്ന ഒരു പ്രധാന സിരയുണ്ട്. There is a vein in the middle extending from stalk to the tip. ഇതിന് ഇലഞ്ഞെട്ടിനെ നമ്മൾ എന്താ പറയുക ഇംഗ്ലീഷിൽ? സ്റ്റോക്ക് എന്ന് പറയും. സ്റ്റോക്കിൽ നിന്നും ഈ ടിപ്പ് വരെ
എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന, നീണ്ടു നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട മെയിൻ വെയിൻ ഉണ്ട്, പ്രധാന സിരയുണ്ട്. ഇതിൽ നിന്നും അനേകം സിരകൾ വരുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് കണ്ടോ, അപ്പുറത്തും ഇപ്പുറത്തും ഇരുവശങ്ങളിലും അനേകം സിരകൾ ഈ പ്രധാന സിരയിൽ നിന്നും ശാഖകളായിട്ട് ഇരുവശങ്ങളിലും കാണാം. അപ്പൊ ഈ അതിൽ നിന്നും അനേകം ശാഖകൾ ഇരുവശത്തും കാണാം. അതായത് there are lot of small branches arising from the main vein. കണ്ടോ, കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചസ് പോലെ, കുഞ്ഞു കുഞ്ഞു ശാഖകൾ പോലെ മെയിൻ വെയിനിൽ നിന്നും, പ്രധാന സിരയിൽ നിന്നും ഇതിലേക്ക് വരും. ഈ ബ്രാഞ്ചസിൽ നിന്നും, ഈ ശാഖകളിൽ നിന്നും കണ്ടോ ഉപശാഖകൾ നമുക്ക് കാണാം. ഈ ബ്രാഞ്ചസിൽ നിന്നും വീണ്ടും ബ്രാഞ്ചസ് ഉണ്ട്. ഈ കുഞ്ഞു ബ്രാഞ്ചസിനെ ബ്രാഞ്ച്ലെറ്റ്സ് എന്ന് നമ്മൾ പറയും. ഇതിന് നമ്മൾ പറയുന്ന പേര് ബ്രാഞ്ച്ലെറ്റ്സ്, ബ്രാഞ്ച്ലെറ്റ്സ് എന്ന് നമ്മൾ പറയും. ബ്രാഞ്ച്ലെറ്റ്സ്, അതിനെ നമ്മൾ ഉപശാഖകൾ എന്ന് പറയും. ഇത് മെയിൻ ബ്രാഞ്ചസ് അല്ലെ, ഇത് ബ്രാഞ്ചസ്. ഓക്കെ, ബ്രാഞ്ചസ്. മറ്റേത് മെയിൻ വെയിൻ. ബ്രാഞ്ചസ് എന്ന് പറയുന്ന ശാഖകൾ. ഇത് പ്രധാന സിര. അപ്പൊ നടുക്കൊരു പ്രധാന സിരയുണ്ട്. നടുക്കുള്ള പ്രധാന സിര ഇലഞ്ഞെട്ടിൽ നിന്നും അഗ്രം വരെയാണ് ഉള്ളത്. അതായത് മെയിൻ വെയിൻ ഈസ് സ്റ്റാർട്ടിങ് ഫ്രം ദ സ്റ്റോക്ക് ടു ദ ടിപ്പ്. ഓക്കെ, അതിൽ നിന്നും, ആ മെയിൻ വെയിനിൽ നിന്നും there are lot of branches. ആ പ്രധാന സിരയിൽ നിന്നും ഒത്തിരി അധികം ശാഖകൾ ഉത്ഭവിക്കുന്നുണ്ട്, തുടങ്ങി വെക്കുന്നുണ്ട്. എന്നിട്ട് ഈ ശാഖകളിൽ നിന്നും ഉപശാഖകളുണ്ട്. there are branchlets which arise from the branches. കുഞ്ഞു 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 ബ്രാഞ്ച്ലെറ്റ്സ് ഉണ്ടാവും. ഇത് എല്ലാം കൂടി അങ്ങോട്ട് ഇങ്ങോട്ട് കേറി എല്ലാം കൂടി കൂട്ടിമുട്ടിയിട്ട് all of them together look like a net. ഓക്കെ, എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിട്ട് വലക്കണ്ണികൾ, നമ്മൾ മീൻ പിടിക്കുന്ന വലക്കണ്ണികൾ പോലെ നമുക്ക് കാണാൻ പറ്റും. ഇതിനെയാണ് റെറ്റിക്കുലേറ്റ് വീനേഷൻ അല്ലെങ്കിൽ ജാലിക സിരവിന്യാസം എന്ന് പറയുന്നത്. ഇത്രയും മനസ്സിലായോ? ജാലിക സിരവിന്യാസം. അപ്പൊ എന്തൊക്കെയാണ് വായിച്ചു നോക്കാം. there is a main vein in the middle extending from the stalk to the tip. many small branches arise from the main vein. കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചസ് അറൈസ് ചെയ്യും. and there are branchlets. ഈ ബ്രാഞ്ചിൽ നിന്നും ബ്രാഞ്ച്ലെറ്റ്സ് ഉണ്ടാവും. all these look like a net. ഇതെല്ലാം കൂടിയിട്ട് വല പോലെ കാണപ്പെടും. this type of venation is known as reticulate venation. ഓക്കെ, ഇലയുടെ മധ്യഭാഗത്ത് ഇലഞ്ഞെട്ടിൽ നിന്നും അഗ്രം വരെ നീണ്ടുപോകുന്ന ഒരു പ്രധാന സിരയുണ്ട്. അതിൽ നിന്നും അനേകം ശാഖകൾ ഇരുവശങ്ങളിലുമായി കാണാം. ഇവയിൽ നിന്നും വീണ്ടും ഉപശാഖകൾ ഉണ്ടാവും. എല്ലാം കൂടി പരസ്പരം ബന്ധപ്പെട്ട് വലകണ്ണികൾ പോലെ കിടക്കുന്നു. ഇതിന് ജാലിക സിരവിന്യാസം എന്ന് പറയുന്നു. ഇനി രണ്ടാമത്തത് നോക്കാം. രണ്ടാമത്തത് വാഴയില. ഓക്കെ, പാരലൽ വീനേഷൻ, സമാന്തര സിരവിന്യാസം. നമ്മൾ നേരത്തെ വാഴയിലയുടെ കാര്യം പറഞ്ഞതുപോലെ ഇങ്ങനെ കണ്ട ഇങ്ങനെ കൂട്ടിമുട്ടാത്ത കുറേ വരകൾ ഉണ്ടാവും. ഇലയില് കൂട്ടിമുട്ടാത്ത കുറേ വരകൾ ഉണ്ടാവും. അങ്ങനെയാണ് നമ്മുടെ സിരകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, വെയിൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എങ്ങനെ ഉണ്ടാവും? ഓക്കെ, നമ്മുടെ വാഴയിലയിൽ ഉള്ളത് പോലെയാണ് ഉണ്ടാവുക. വാഴയിലയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വാഴയില എങ്ങനെ ഉണ്ടാവും? വാഴയിലയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കൂട്ടിമുട്ടാത്ത കുറേ ഇലകൾ, കുറേ വരകൾ പോലെ ഉണ്ടാവും. ഇത് എങ്ങനെ കൂട്ടിമുട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് സമാന്തര, പാരലൽ വീനേഷൻ എന്ന് നമ്മൾ പറയും. ഇത് നേരെ തിരിച്ചാണുള്ളത് അല്ലെ, ഇത് മുകളിലോട്ടാണുള്ളത്, ഇത് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടുമാണ് ഉള്ളത്. ഇത് ഈ പ്രധാന സിരയുടെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും അതിന് പാരലായിട്ട്, അതിന് സമാന്തരമായിട്ട് ഓടുന്നു. ഇത് നേരെ തിരിച്ച് വേറെ രീതിയിലാണ് ഓടുന്നത്. പക്ഷെ ഇത് രണ്ടും സമാന്തര സിരവിന്യാസമാണ്. അപ്പൊ എല്ലാ വെയിൻസും സ്റ്റാർട്ടിങ് ഫ്രം ദ സ്റ്റോക്ക് റൺ പാരലൽ ടു ഈച്ച് അതർ ആൻഡ് റീച്ചസ് ദ ടിപ്പ് ഓഫ് ദ, ഇത് ഓഫ് ആണ്, ഓഫ് ദ ലീഫ്. എന്താ, എല്ലാം എവിടെ നിന്ന് തുടങ്ങും? ഇവിടെ ഇലഞ്ഞെട്ടിൽ നിന്നും തുടങ്ങും. അത് കഴിഞ്ഞിട്ട് അഗ്രം വരെ ഓടും. ഇങ്ങനെ ഓടും. എല്ലാം എവിടെ നിന്ന് തുടങ്ങും? ഇലയുടെ ഞെട്ടിൽ തുടങ്ങി അഗ്രം വരെ സമാന്തരമായി. സമാന്തരം എന്ന് പറഞ്ഞാൽ എന്താ? ഈ രണ്ട് ലൈനുകളും എത്ര ദൂരം പോയാലും ഒരിക്കലും മുട്ടില്ല. ഇത് സമാന്തരമല്ല, ഇത് എവിടെയെങ്കിലും പോയിട്ട് മുട്ടും. ഇത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പോയി മുട്ടും. സമാന്തരം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കെയിലിന്റെ രണ്ട് സൈഡും ഉണ്ടല്ലോ, അത് എത്ര ദൂരം പോയാലും നമുക്ക് മുട്ടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടില്ല അല്ലെ. അങ്ങനെയുള്ളവരെയാണ് സമാന്തരം എന്ന് പറയാം. ഓക്കെ, അപ്പൊ വാട്ട് ഇസ് പാരലൽ വീനേഷൻ? പാരലൽ വീനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സിരകളും, ഓൾ വെയിൻ സ്റ്റാർട്ടിങ് ഫ്രം ദ സ്റ്റോക്ക് റൺ
പാരലൽ ടു ഈച്ച് അതർ. ഇവ എല്ലാം സ്റ്റോക്കിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യും. അതായത് ഇലയുടെ ഞെട്ടിൽ തുടങ്ങി സമാന്തരമായിട്ട് അഗ്രം വരെ പോകും. സമാന്തരം എന്ന് പറഞ്ഞാൽ പാരലൽ ടു ഈച്ച് അതർ, തൊട്ട് മുട്ടാണ്ട് അറ്റം വരെ പോകും. ഇവിടെ മുട്ടിയിട്ടുണ്ട് പോട്ടെ, എന്നാൽ ഇത് കാണുമ്പോൾ അടുക്കി 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 ഒരേപോലെയാണ് പോയേക്കണേ അല്ലേ. അപ്പൊ ഇതിനെയാണ് റീച്ചസ് ദ ടിപ്പ് വിത്തൗട്ട് ടച്ചിങ് ഈച്ച് അതർ, പാരലൽ ടു ഈച്ച് അതർ. ഇലയുടെ സിരകൾ, ഇലയിലെ സിരകൾ എല്ലാം പരസ്പരം കൂട്ടിമുട്ടാണ്ട് ഇലയുടെ ഞെട്ടിൽ തുടങ്ങി സമാന്തരമായി അഗ്രഭാഗത്തെ എത്തി യോജിക്കുന്നു. ഇതിനെ സമാന്തര സിരവിന്യാസം എന്ന് പറയുന്നു. അപ്പൊ ഇല എവിടെ തുടങ്ങും? ഇലയുടെ ഞെട്ടിൽ തുടങ്ങും, എന്നിട്ട് എവിടെ പോയി എത്തും? അഗ്രഭാഗത്ത് എത്തും. എങ്ങനെയാ എത്തണേ? സമാന്തരമായി പോയി അഗ്രഭാഗത്ത് പോയി യോജിക്കും. സമാന്തരമായിട്ടാണ് പോകുന്നത്, പാരലൽ ആയിട്ടാണ് പോകുന്നത്. ഇതിന് സമാന്തര സിരവിന്യാസം എന്ന് പറയും. ഓൾ വെയിൻസ് സ്റ്റാർട്ട് ഫ്രം ദ സ്റ്റോക്ക്, റൺ പാരലൽ ടു ഈച്ച് അതർ ആൻഡ് റീച്ച് ദ ടിപ്പ് ഓഫ് ദ ലീഫ്. ദിസ് ടൈപ്പ് ഓഫ് വീനേഷൻ ഇസ് കോൾഡ് പാരലൽ വീനേഷൻ. അപ്പൊ ഇത്രയും മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ റെറ്റിക്കുലേറ്റ് വീനേഷനും പഠിച്ചു, പാരലൽ വീനേഷനും പഠിച്ചു. ഇനി ഇതിൽ തന്നെ നമുക്ക് ചുറ്റും കാണുന്ന ചെടികളിൽ എന്തൊക്കെയുണ്ട് റെറ്റിക്കുലേറ്റ്, എന്തൊക്കെയുണ്ട് പാരലൽ വീനേഷൻ എന്ന് നോക്കാം. നമ്മുടെ പ്ലാവില, ജാക്ക് ഫ്രൂട്ട് ട്രീ, മാവില, മാങ്ങയുടെ ഇല, ഗ്വാവ, പേരക്കയുടെ ഇല, ഹിബിസ്കസ്, ചെമ്പരത്തി, ടീക്ക്, തേക്ക്, ബോൾസം തന്നെ, ഓസിമം. ഓസിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇതിൽ പടം കൊടുത്തിട്ടുണ്ടോ? ഇതിൽ പടം കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. ഓസിമം അല്ലെ, ഓസിമം എന്ന് പറയുന്നത്, ഓസിമം എന്താന്ന് എനിക്കറിയില്ല. പപ്പായ, അതുപോലെ പയർ, ഇതെല്ലാം ഈ പറയുന്നത് പോലെ റെറ്റിക്കുലേറ്റ് വീനേഷൻ ആണ്. ചുറ്റും കാണുന്ന ഇലകൾ നമ്മൾ നോക്കണം കേട്ടോ. അതിൽ എങ്ങനെയാണ് ഈ സംഭവം? പാരലൽ ആയിട്ടാണോ അല്ല റെറ്റിക്കുലേറ്റ് ആണോ? അതായത് സമാന്തരമായിട്ടാണോ ഉള്ളത് അല്ല റെറ്റിക്കുലേറ്റ് ആയിട്ടാണോ ഉള്ളത്? സമാന്തരവും ഉണ്ട്, അതുപോലെ നമ്മൾ എന്തുണ്ടെന്ന് പറഞ്ഞു? ജാലിക സിരവിന്യാസവും ഉണ്ടെന്ന് പറഞ്ഞു. ഇതിന് പെട്ടെന്ന് ആ വാക്ക് കിട്ടിയില്ല. ജാലിക സിരവിന്യാസവും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇതുപോലെയാണോ ഉള്ളതെന്ന് നിങ്ങൾ നോക്കണം. ഓക്കെ, ഇനി അടുത്തത് പാരലൽ വീനേഷൻ ഉള്ള ചെടികൾ ഏതൊക്കെയാണ്? പുല്ല് വിഭാഗത്തിൽ പെടുന്ന, പുല്ല് എന്ന് പറയുന്നതല്ല കേട്ടോ, സുരേഷ് ഗോപി സാർ പറയുന്നത് പോലത്തെ പുല്ലല്ല, ശരിക്കുള്ള പുല്ല് വിഭാഗത്തിൽ പെടുന്നതാണ്, ഗ്രാസ് വെറൈറ്റിയിൽ പെടുന്നതാണ് അരി, ഗോതമ്പ് ഒക്കെ. അപ്പൊ ഇതെല്ലാം ബാംബു ഒക്കെ ഗ്രാസ് വെറൈറ്റിയിൽ പെടുന്ന ആൾക്കാരാണ്. അപ്പൊ പുല്ല്, ബാംബു, ഗ്രാസ്, റൈസ്, കോക്കനട്ട് ട്രീ, വീറ്റ്, മെയ്സ്, ബനാന, ഷുഗർ കെയിൻ. ഓക്കെ, മുള എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംബു. പുല്ല് വിഭാഗത്തിൽ പെടുന്ന നെല്ല്, അതുപോലെ തെങ്ങ്. നമ്മുടെ തെങ്ങ് അതേപോലെ ഏത് കണ്ട എല്ലാം പാരലൽ ടു ഈച്ച് അതർ അല്ലേ. ഇത് ഒരു ഇലയുടെ കുഞ്ഞു 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 വെയിൻസ് ആണ് ദേ ഈ കാണുന്നത്. അങ്ങനെയാണ് ഓല ഉണ്ടാവണേ. ഇത് കണ്ടോ, ഇത് പാരലൽ ടു ഈച്ച് അതർ ആണ്, എല്ലാം പാരലൽ ടു ഈച്ച് അതർ ആണ്. തെങ്ങ്, ഗോതമ്പ് പുല്ലിന്റെ വിഭാഗത്തിൽ പെടുന്നതാണ്, ചോളം പുല്ലിന്റെ വിഭാഗമാണ്, വാഴ നമ്മൾ സദ്യ കഴിക്കുന്നില്ലേ, വാഴ, അതുപോലെ കരിമ്പ്, ഷുഗർ കെയിനും എല്ലാം ഈ ഒരു പാരലൽ വീനേഷൻ ആണ് കാണിക്കുന്നത്. സമാന്തര വീനേഷൻ ആണ് നമുക്ക് കാണിക്കുന്നത്. സമാന്തര വീനേഷൻ ആണ് കാണിക്കുന്നത്, സിരവിന്യാസമാണ് കാണിക്കുന്നത്. റെറ്റിക്കുലേറ്റ് ജാലിക സിരവിന്യാസം ഏതൊക്കെയാ കാണിക്കുന്നത്? ചക്ക, മാവ്, പേര, ചെമ്പരത്തി, തേക്ക്, ബോൾസം, തുളസി, അതുപോലെ പപ്പായ, പയറൊക്കെ ഇതാണ് കാണിക്കുന്നത്. ജാലിക സിരവിന്യാസമാണ് കാണിക്കുന്നത്. അപ്പൊ ഇത്രയും മനസ്സിലായോ? നമ്മൾ 2 ടൈപ്പ് ഓഫ് വീനേഷൻ പഠിച്ചു, 2 തരത്തിലുള്ള സിരവിന്യാസം പഠിച്ചു, അതിന്റെ ഉദാഹരണങ്ങളും പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോണ എന്താണെന്ന് അറിയാമോ? ഇനി ഒരു നമ്മളുടെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ബന്ധമുണ്ടോടാ മക്കളെ നമ്മുടെ സിരവിന്യാസവും അതുപോലെ തന്നെ വേരുകളുടെ ഘടനയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈസ് ദർ എനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വീനേഷൻ ഓഫ് ലീവ്സ് ആൻഡ് സ്ട്രക്ചർ ഓഫ് റൂട്ട്സ്? റൂട്ടിന്റെ ഘടനയും, അതായത് വേരുകളുടെ ഘടനയും അതുപോലെ തന്നെ ഇലകളുടെ സിരവിന്യാസവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ റൂട്ട് സ്ട്രക്ചർ ഓഫ് ഓസിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുളസി എന്നാണ് ഇവർ തന്നിരിക്കുന്നത് കേട്ടോ. ഓസിമം തുളസിയുടെ വേരിന്റെ ഘടനയും പ്ലാവിന്റെ വേരിന്റെ ഘടനയും ഒരേപോലെയാണോ? ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ റൂട്ട് സ്ട്രക്ചറും ഓസിമത്തിന്റെ റൂട്ട് സ്ട്രക്ചറും ഒരേപോലെയാണോന്ന്?
തുളസിയുടെ വേരിന്റെ ഘടനയും പ്ലാവിന്റെ വേരിന്റെ ഘടനയും ഒരേപോലെയാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതുപോലെ തന്നെ ഗ്രാസിന്റെ പുല്ലിന്റെ വേരിന്റെ ഘടനയും റൈസിന്റെ വേരിന്റെ ഘടനയും നെല്ലിന്റെ വേരിന്റെ ഘടനയും ഒരേപോലെയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് പ്ലാവിന്റെ മൂടോടെ പറിച്ചു നോക്കാൻ പറ്റില്ല അല്ലെ? രണ്ടും പക്ഷെ ഒരേപോലെ ആണ്. രണ്ടും ഒരേപോലെയാ. നോക്കിയേ, ഓസിമവും ജാക്ക് ഫ്രൂട്ടും രണ്ട് പേരും ഓസിമം ഓസ്മം ആൻഡ് ജാക്ക് ഫ്രൂട്ട്. അതായത് എന്താ നമ്മൾ പറഞ്ഞത്? ഓസിമം തുളസിയും അതുപോലെ തന്നെ പ്ലാവും പ്ലാവും. ഇവർ രണ്ടു പേർക്കും എന്ത് വീനേഷൻ ആയിരുന്നു? എന്ത് സ്ഥിരവിന്യാസമായിരുന്നു? റെറ്റിക്കുലേറ്റ് ആയിരുന്നു അല്ലെ? റെറ്റിക്കുലേറ്റ് വീനേഷൻ ആയിരുന്നു. റെറ്റിക്കുലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? ജാലിക സ്ഥിരവിന്യാസം ആയിരുന്നു. ഇവരുടെ രണ്ട് പേരുടെയും വേരെങ്ങനെയാണെന്ന് അറിയാമോ? വേരെന്ന് പറയുന്നത്, ഇപ്പൊ ഇതാണ് ഒരു ചെടി എന്ന് വിചാരിച്ചോ. ഇതാണ് ഒരു ചെടി. ഇത് ഗ്രൗണ്ട് ആണ്, ഇത് മണ്ണാണ്. ഇതിൽ നിന്നും ആദ്യം ഒരു വലിയ വേര് ഉണ്ടാവും, ഒരു വലിയ വേര്. ഈ വേരിൽ നിന്നും കുഞ്ഞു കുഞ്ഞു ശാഖകൾ ഉണ്ടാവും. ഇതിന് ഉപശാഖകൾ ഉണ്ടാവും. There will be a main root. And from the root there are branches which are arising. And from the branches there are small branchlets which are arising. കുഞ്ഞു ബ്രാഞ്ച്ലെറ്റ്സ് അറൈസ് ചെയ്യും. ഈ മെയിൻ റൂട്ടിനെ നമ്മൾ പറയുന്നതാണ് തായ് വേര് എന്ന് പറയും. തായ് വേര്. ടാപ്പ് റൂട്ട് മെയിൻ സാധനം ടാപ്പ് റൂട്ട് എന്ന് പറയും. ടാപ്പ് റൂട്ട് ആണ് ഫസ്റ്റ് വരിക. അവിടെ നിന്നും ബ്രാഞ്ചസ് അറൈസ്. ആ ബ്രാഞ്ചസിൽ ബ്രാഞ്ച്ലെറ്റ്സ് ഉണ്ടാവും. നമ്മൾ വെയിൻ എങ്ങനെയാണോ, അതായത് സിരകൾ എങ്ങനെയാണോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ തന്നെയാണ് അല്ലെ? തായ് വേരുണ്ടാവും, അതിൽ നിന്നും കുറെ ശാഖകൾ ഉണ്ടാവും, ശാഖകളിൽ നിന്നും ഉപശാഖകൾ ഉണ്ടാവും. ഇതേപോലെ ടാപ്പ് റൂട്ട് ഉണ്ടാവും, അവിടെ നിന്നും ബ്രാഞ്ചസ് ഉണ്ടാവും, പിന്നെ ബ്രാഞ്ച്ലെറ്റ്സ് ഉണ്ടാവും. ഇത് കണ്ടോ, ഇതാണ് തായ് വേര്, ഇതാണ് മെയിൻ വേര്. ഇവിടെ നിന്നും കണ്ടോ ബ്രാഞ്ചസ്, അവിടെ നിന്നും കണ്ടോ ബ്രാഞ്ച്ലെറ്റ്സ്, ഇങ്ങനെ വളരും. ഓക്കെ, അപ്പൊ there is a large root. What is the speciality of the root of jackfruit tree? പ്ലാവിന്റെ വേരിന്റെ പ്രത്യേകത എന്താ? അടിയുടെ ചുവട്ടിൽ ഒരു വലിയ വേര് താഴോട്ടുണ്ടാവും അല്ലെ? There is a large root which is growing downwards from the stem. സ്റ്റെമ്മിൽ നിന്നും തണ്ടിൽ നിന്നും താഴേക്ക് ഒരു വലിയ വേര് വരും. അതില് there are branches from it. അതില് ശാഖാവേരുകൾ ഉണ്ടാവും. അതേസമയം മക്കളെ നോക്കിയ ഗ്രാസ് ഇതേപോലെയാണ് തുളസിയുടെ ഉണ്ടാവുക. ബിക്കോസ് ഇറ്റ് ഹാസ് റെറ്റിക്കുലേറ്റ് വീനേഷൻ. അപ്പൊ ഇലകളിൽ റെറ്റിക്കുലേറ്റ് വീനേഷൻ ആണെങ്കിൽ ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് നമുക്ക് പറയാം. റെറ്റിക്കുലേറ്റ് ആണെങ്കിൽ ഇതുപോലെ തന്നെ തായ് വേരുകൾ പോലെ ഉണ്ടായിട്ടായിരിക്കും വരിക. ജാലിക സ്ഥിര വിന്യാസമാണെങ്കിൽ ഇതുപോലെ തായ് വേരുകൾ പോലെ ഉണ്ടാവും. ഓക്കെ, അത് നമുക്ക് ഇനി കുറച്ചും കൂടി നമ്മൾ നോക്കും. ഇനി അതേസമയം പുല്ലുകളിൽ എങ്ങനെയാ? ഒരു തായ് വേരുണ്ടോ? ഈസ് ദർ എ ടാപ്പ് റൂട്ട്? നോ. അതിൽ എല്ലാ വേരുകളും ഒരേപോലെ നൂല് പോലെ കാണപ്പെടും. ഇതിനെ നമ്മൾ ഫൈബ്രസ് റൂട്ട് എന്നാണ് പറയാ. ഗ്രാസില്, പുല്ലില് നൂല് പോലെ കാണപ്പെടും എല്ലാം. അതിൽ ഒരു തായ് വേര്, ഒരു പ്രധാന വേര് എന്ന് പറഞ്ഞിട്ടില്ല, എല്ലാം പ്രധാനമാണ്. എല്ലാ വേരും നൂല് പോലെ കാണപ്പെടും. ഓക്കെ, അപ്പൊ അതിനെ നമ്മൾ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം, നാരുവേര് പടലം എന്ന് പറയും. അപ്പൊ രണ്ട് ടൈപ്പ് ഉണ്ട്. നമുക്ക് വേരുകളെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് രണ്ട് ടൈപ്പിലുണ്ട്. ഒരെണ്ണം ടാപ്പ് റൂട്ട് സിസ്റ്റവും രണ്ടാമത്തത് ഫൈബ്രസ് റൂട്ട് സിസ്റ്റവും. ഇത് തായ് വേരു പടലവും അടുത്തത് നാരുവേര് പടലവും. തായ് വേര് പടലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മെയിൻ റൂട്ട് ഉണ്ടാവും. ദിസ് ഇസ് നോൺ ആസ് ദ ടാപ്പ് റൂട്ട്. ഓക്കെ, അവിടെ നിന്നും ബ്രാഞ്ചസ് അറൈസ്. ആൻഡ് ഇൻ ദിസ് there are branchlets. ഓക്കെ, ഇത് എങ്ങനെയുണ്ട് ശരിക്കും? ഇത് നമ്മളുടെ വീനേഷനില്, അതായത് സിരാവിന്യാസത്തില് ജാലിക സിരാവിന്യാസം ഇതേപോലെയായിരുന്നു. റെറ്റിക്കുലേറ്റ് വീനേഷൻ ഇതേപോലെയായിരുന്നു. ഒരു മെയിൻ വെയിൻ ഉണ്ട്, മെയിൻ സിരയുണ്ട്, അതിൽ നിന്നും ബ്രാഞ്ചസ് വരും. ആ ബ്രാഞ്ചസിൽ ബ്രാഞ്ച്ലെറ്റ്സ് ഉണ്ടാവും. ഇതേപോലെ ഒരു മെയിൻ റൂട്ട് ഉണ്ട്, ഒരു മെയിൻ വേരുണ്ട്, പ്രധാനമായ ഒരു വേര് വരും. ആ വേരിനെ നമ്മൾ തായ് വേരെന്ന് പറയും. അതില് നമുക്ക് ബ്രാഞ്ചസ് ഉണ്ടാവും, ശാഖാവേരുകൾ ഉണ്ടാവും. അപ്പൊ
ജാലിക സ്ഥിരവിന്യാസം പോലെയാണ് ഈ ഒരു സാധനം. ജാലിക സ്ഥിരവിന്യാസമുള്ള മിക്ക ചെടികളിലും ഇത് തായ് വേര് പടലമായിരിക്കും, ടാപ്പ് റൂട്ട് സിസ്റ്റം ആയിരിക്കും. അപ്പൊ ഇത് നോക്കണം. ദർ ഇസ് എ ടാപ്പ് റൂട്ട് ഗ്രോയിങ് ഡൗൺവേർഡ്സ് ഫ്രം ദ ബേസ് ഓഫ് ദ ട്രീ. ട്രീയുടെ കാണ്ഡത്തിന്റെ ചുവട്ടിൽ, കാണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റെമ്മില്ലേ, നമ്മുടെ മുകളിലുള്ള ഭാഗത്തിന് ഞാൻ കാണ്ഡം എന്ന് പറയാം. കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്നും താഴേക്ക് വളരുന്ന ഒരു തായ് വേരുണ്ട്. ദർ ഇസ് എ ടാപ്പ് റൂട്ട് ഗ്രോയിങ് ഡൗൺവേർഡ്സ് ഫ്രം ബേസ് ഓഫ് ദ ട്രീ. മരത്തിന്റെ ബേസിൽ നിന്നും താഴോട്ട് വളരുന്ന ഒരു മെയിൻ വേരുണ്ട്, അതിന് ടാപ്പ് റൂട്ട് എന്ന് പറയും. ആൻഡ് ദർ ആർ ബ്രാഞ്ചിങ് റൂട്ട്സ് ഗ്രോയിങ് ഫ്രം ഇറ്റ്. ശാഖാവേരുകൾ അതിൽ നിന്നും ഉത്ഭവിച്ചിട്ട് വരും. ഓക്കെ, ശാഖാവേരുകൾ എന്ന് പറഞ്ഞാൽ ബ്രാഞ്ചിങ് റൂട്ട്സ്, ബ്രാഞ്ചസ് പോലെ റൂട്ട്സ് അതിൽ നിന്നും ഉത്ഭവിക്കും. ഓക്കെ, അതിൽ നിന്നും തുടങ്ങും. അതിന്റെ ഉദാഹരണങ്ങൾ എന്തൊക്കെയാ? മാംഗോ ട്രീ, ജാക്ക് ഫ്രൂട്ട് ട്രീ, ഓസിമം, ല്യൂക്കസ്. ഓക്കെ, അതായത് മാവ്, പ്ലാവ്, തുളസി, തുമ്പ ഒക്കെ ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. അടുത്തത് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? പുല്ലുകളിൽ കാണുന്നത് നമ്മൾ ഇവിടെ കണ്ടില്ലേ, എല്ലാ നാര് പോലെ ഉണ്ടാവും, എല്ലാ നാര് പോലെ ഉണ്ട്, അതിനൊരു മെയിൻ റൂട്ടില്ല. അപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാവുക? മെനി ഫൈബർ ലൈക്ക് റൂട്ട്സ് ഗ്രോ ഫ്രം ദ ബേസ് ഓഫ് ദ സ്റ്റെം. കാണ്ഡത്തിന്റെ സ്റ്റെം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഭാഗത്തിനെയാണ് കാണ്ഡം എന്ന് പറയുക. സ്റ്റെം മുകളിലുള്ളത്, അതായത് നിലത്തിന്റെ മുകളിലുള്ളതിനെ കാണ്ഡം എന്ന് നമ്മൾ പറയും. കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്നും നാരു പോലെയുള്ള ധാരാളം വേരുകൾ വരും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? നാരുവേര് പടലം. അപ്പൊ ഇത് നമ്മൾ നോക്കിയിട മക്കളെ, നമുക്ക് മുകളിൽ ഇപ്പൊ എന്താ പറയാ, പുല്ലാണെന്നുണ്ടെങ്കിൽ അതിന്റെ തന്നെ വീനേഷൻ എങ്ങനെ ഉണ്ടാവും? ഇങ്ങനെ പാരലൽ ആയിട്ടാണ് ഓടുക, അല്ലെ? പാരലൽ ആയിട്ട് ഓടും, ഇങ്ങനെ ഉണ്ടാവും പാരലൽ ആയിട്ട്. പുല്ലുകൾ മിക്കതും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സമാന്തര സ്ഥിരവിന്യാസമാണുള്ളത്. ഇതിന് സമാന്തര സ്ഥിരവിന്യാസം പോലെയാണ്, സമാന്തര സ്ഥിരവിന്യാസം ഇതുപോലെയാണ്. ഒരു മെയിൻ സാധനം ഇല്ല, എല്ലാം ഒരേപോലെ കൂട്ടിമുട്ടാണ്, ഇതുപോലെ നാരുകൾ പോലെ, അല്ലെ? അപ്പൊ മെനി ഫൈബർ ലൈക്ക് റൂട്ട്സ്, ഫൈബർ ലൈക്ക് എന്ന് പറഞ്ഞാൽ നാര് പോലത്തെ വേരുകൾ, ഫൈബർ ലൈക്ക് റൂട്ട്സ് ഗ്രോ ഫ്രം ദ ബേസ് ഓഫ് ദ സ്റ്റെം. എവിടെ നിന്ന് തുടങ്ങും? കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്നും കുറെ നാരുകൾ പോലെയുള്ള വേരുകൾ തുടങ്ങും. നെല്ല്, പുല്ല്, അതുപോലെ മുള, കരിമ്പ് ഒക്കെ ഇതിന്റെ ഉദാഹരണങ്ങളാണ്. പക്ഷെ ഇതിലെ ട്വിസ്റ്റ് എന്താണ്? ജാലിക സ്ഥിരവിന്യാസം പോലെ ടാപ്പ് റൂട്ട് സിസ്റ്റം, തായ് വേര് പടലം, റെറ്റിക്കുലേറ്റ് വീനേഷൻ ഉള്ളവയ്ക്ക് സാധാരണഗതിയില് ടാപ്പ് റൂട്ട് സിസ്റ്റം ഉണ്ടാകും. റെറ്റിക്കുലേറ്റ് വീനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇലകളിൽ എങ്ങനെയാണ് സിരകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതിനെയാണ് നമ്മൾ സ്ഥിരവിന്യാസം എന്ന് പറയാ. അതിൽ റെറ്റിക്കുലേറ്റ്, ജാലിക സ്ഥിരവിന്യാസം ഉള്ളത് ടാപ്പ് റൂട്ട് സിസ്റ്റം ആയിരിക്കും, തായ് വേര് പടലമായിരിക്കും, തായ് വേര് പടലമായിരിക്കും. മനസ്സിലായോ? ഇവിടെ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം, ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്ന നാരുവേര് പടലം, അത് എന്തിനായിരിക്കും? സാധാരണ ഇലകളിൽ സമാന്തര സ്ഥിരവിന്യാസം ഉണ്ടെങ്കിൽ നാരുവേര് പടലമായിരിക്കും കാണിക്കുന്നത്. ഇലകളിൽ പാരലൽ വീനേഷൻ ഉണ്ടെങ്കിൽ, സാധാരണ, ഇതിന് എക്സെപ്ഷൻസ് ഉണ്ട്. നേച്ചർ ഇസ് ഓൾ അബൌട്ട് എക്സെപ്ഷൻ. പ്രകൃതിയില് ഇന്നതാണ് റൂള് എന്ന് പറഞ്ഞിട്ടില്ല. എല്ലാത്തിലും, എല്ലാ പാരലൽ വീനേഷൻ കാണിക്കുമ്പോഴും അതിന് ഫൈബ്രസ് റൂട്ട് അല്ല, അങ്ങനെയല്ല. എവ്രിതിങ് ഹാസ് എക്സെപ്ഷൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ മെനി നാരുകൾ പോലെ കുറെ വേരുകൾ ഉണ്ടാവും. ആർക്ക്? പാരലൽ വീനേഷൻ ഉള്ളവർക്ക്, സമാന്തര ശിരവിന്യാസമുള്ള ഇലകളുള്ള ചെടികൾക്ക്, അതായത് പുല്ല്, നെല്ലിനൊക്കെ എന്തുണ്ടാവും? അവരുടെ വേരുകൾ എങ്ങനെ ഉണ്ടാവും? വേരുകള് നാരുവേര് പടലമായിരിക്കും. ഓക്കെ, സോ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ എന്താണ്? ഹൗ ഇസ് the root of grass plant different from jackfruit? പ്ലാവിന്റെ വേരിൽ നിന്നും പുൽച്ചെടിയുടെ വേര് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ജാക്ക് ഫ്രൂട്ട് ട്രീയില് ഒരു മെയിൻ ടാപ്പ് റൂട്ട് ഉണ്ട്, അതാണ് നമ്മൾ പറഞ്ഞത്, ഒരു മെയിൻ ടാപ്പ് റൂട്ട് ഉണ്ട്, അതിൽ നിന്നും ബ്രാഞ്ചസ് വരും, ആൻഡ് ബ്രാഞ്ചസ് ഫ്രം ഇറ്റ്. ഓക്കെ, ഇൻ ഗ്രാസ് ദർ ഇസ് നോ ടാപ്പ് റൂട്ട്. ഇതേപോലെ ഒരു മെയിൻ റൂട്ട് എന്ന ഒരു സാധനം ഇല്ല. ഓൾ ദ റൂട്ട്സ് ആർ ഫൈബ്രസ് ആൻഡ് ഓഫ് ദ സെയിം ഷേപ്പ്. പ്ലാവിന്റെ വേര് തായ് വേരും അതിൽ നിന്നും ശാഖാവേരുകളും ഉണ്ട്. പുൽച്ചെടിയിൽ തായ് വേരില്ല, എല്ലാ വേരുകളും നാരുകൾ പോലെ ഒരേ ആകൃതിയിലാണ് ഉള്ളത്. ഇതാണ് നമ്മൾ ഇത്ര നേരം പഠിച്ചുകൊണ്ടിരുന്നത്. ഇത്രയും മനസ്സിലായോ? അപ്പൊ രണ്ടെണ്ണത്തിന്റെ വ്യത്യാസം മനസ്സിലായോ മക്കൾക്ക്? ഓക്കെ, അപ്പൊ ഇനി ബാക്കി നമുക്ക് നോക്കാം. അടുത്ത സ്ലൈഡ് നോക്കാം. ഇനി
ഇനി ഇനി എന്താ നമുക്ക് പഠിക്കാനുള്ളത്? എക്സാമിൻ ദ ലീവ്സ്. അപ്പൊ ചുറ്റുമുള്ള ഇലകൾ ഒന്ന് നോക്കാൻ പറഞ്ഞു. എന്നിട്ട് അവരുടെ സ്ഥിരവിന്യാസം എഴുതാൻ പറഞ്ഞു. അതായത് വീനേഷൻ എഴുതാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആൻഡ് റൂട്ട് സിസ്റ്റം എഴുതാൻ പറഞ്ഞു. ആൻഡ് റൂട്ട് സിസ്റ്റം അതായത് വേരുപടലം പട്ടികയായിട്ട് എഴുതണം. ഓക്കെ, എന്തൊക്കെ എഴുതണം? സ്ഥിരാവിന്യാസവും വേരുപടലവും പട്ടികയായിട്ട് എഴുതണം. വീനേഷനും റൂട്ട് സിസ്റ്റവും പട്ടികയായിട്ട് എഴുതണം. അപ്പൊ നമുക്ക് എഴുതാം, നഷ്ടമൊന്നുമില്ലല്ലോ. അപ്പൊ ആദ്യം പയർ എടുത്തു, പീസ് എടുത്തു. അതിന്റെ വീനേഷൻ എങ്ങനെയാ? റെറ്റിക്കുലേറ്റ്, ജാലിക സ്ഥിരവിന്യാസമാണ്. അതിന്റെ റൂട്ട് സിസ്റ്റം വേരുപടലം എങ്ങനെയാ? തായ് വേരുപടലം അല്ലെങ്കിൽ ടാപ്പ് റൂട്ട് സിസ്റ്റം ആണ്. ഗ്രാസ്, പുൽച്ചെടി എടുത്തു. അതിന് പാരലൽ, പുല്ലാണോ? പാരലൽ വീനേഷൻ, സമാന്തര സ്ഥിരവിന്യാസം. സമാന്തര സ്ഥിരവിന്യാസം വേരുപടലം, ഫൈബ്രസ് റൂട്ട് സിസ്റ്റം, നാര് വേരുപടലം. ജാക്ക് ഫ്രൂട്ട്, പ്ലാവ്, റെറ്റിക്കുലേറ്റ് വീനേഷൻ ആണ്. ചുമ്മാ ഒരു പ്ലാവിന്റെ ഇല എടുത്ത് നോക്കി കഴിഞ്ഞാൽ റെറ്റിക്കുലേറ്റ് വീനേഷൻ, ജാലിക സ്ഥിരവിന്യാസം കാണാൻ പറ്റും. ഇതിൻ്റെത് ടാപ്പ് റൂട്ട് സിസ്റ്റം ആണെന്ന് മനസ്സിലാവും, തായ് വേരുപടലമാണെന്ന് മനസ്സിലാവും. കോക്കനട്ട് ട്രീ, തെങ്ങ് എങ്ങനെയാ? പാരലൽ വീനേഷൻ, സമാന്തര സ്ഥിരവിന്യാസം, ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ആയിരിക്കും, നാരുവേര് പടലമായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി ഇവിടെ? പ്ലാന്റ്സ് വിത്ത് റെറ്റിക്കുലേറ്റ് വീനേഷൻ ഉണ്ടെങ്കിൽ, റെറ്റിക്കുലേറ്റ് വീനേഷൻ ആണെങ്കിൽ ഇത് ഇലയുടെ കാര്യം, ഇത് ഇലയുടെ കാര്യം, ഇത് വേരിന്റെ കാര്യം. ഓക്കെ, ഇത് വേരിന്റെ കാര്യം. ഓക്കെ, അപ്പൊ ഇലകള് നോക്കണം മക്കളെ, ഇലകളിൽ റെറ്റിക്കുലേറ്റ് ആണെങ്കിൽ, മലയാളത്തിൽ പറഞ്ഞുതരാം കേട്ടോ, ഇലകളിൽ റെറ്റിക്കുലേറ്റ് ആണെങ്കിൽ ടാപ്പ് റൂട്ട് സിസ്റ്റം, റെറ്റിക്കുലേറ്റ് വീനേഷൻ. ഇഫ് ദ പ്ലാന്റ്സ് ഹാവ് റെറ്റിക്കുലേറ്റ് വീനേഷൻ they will have tap root system. If the plants have parallel venation they will have fibrous root system. ഇത് പഠിക്കണം കേട്ടോ, നന്നായിട്ട് പഠിക്കണേ. ഓക്കെ, ഗ്രാസ് ഫൈബ്രസ് റൂട്ട് ആണ് എന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. പാരലൽ വീനേഷൻ ആണത്, കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ? അപ്പൊ ജാലിക സ്ഥിരവിന്യാസമുള്ള സസ്യങ്ങൾക്ക് തായ് വേര് പടലമായിരിക്കും, സമാന്തര സ്ഥിരവിന്യാസമുള്ള സസ്യങ്ങൾക്ക് നാര് വേര് പടലമായിരിക്കും. ജാലിക സ്ഥിരവിന്യാസമുള്ള സസ്യങ്ങൾക്ക് തായ് വേര് പടലമായിരിക്കും, സമാന്തര സ്ഥിരവിന്യാസമുള്ള സസ്യങ്ങൾക്ക് നാരുവേര് പടലമായിരിക്കും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ സ്ഥിരാവിന്യാസം, മുകളിലിരിക്കുന്ന ഇല അനുസരിച്ചിട്ട് താഴെ ഇരിക്കുന്ന വേരുണ്ടാവുന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അല്ല ഇനിയിപ്പോ തിരിച്ചാണോ? താഴെ ഇരിക്കുന്ന വേരനുസരിച്ചിട്ടാണ് മുകളിലുള്ള ഇലയുടെ സിരകള് തീരുമാനിക്കപ്പെടുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, എല്ലാത്തിനും എക്സെപ്ഷൻ ഉണ്ട്. എക്സെപ്ഷനെ പറ്റിയിട്ട് പഠിക്കാട്ടോ. ഇതില് റൂട്ട്സിനെ പറ്റിയിട്ട് ഇനി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയില് ഈ റൂട്ടിനെ പറ്റിയിട്ട് പഠിക്കാട്ടോ. അല്ലെങ്കിൽ കുറേ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കും ഓർത്ത് വെക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇത്രയും ഒന്ന് പഠിച്ചിട്ട് വരുമോ മക്കളെ? എല്ലാവരും നോട്ട് പുസ്തകമൊക്കെ നന്നായിട്ട് നോക്കുക, വീണ്ടും 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 റിവൈസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് ഓർത്ത് വെക്കാൻ പറ്റുള്ളൂ. കുറേ വാക്കുകൾ ഉണ്ട് കേട്ടോ. ഇനി അങ്ങോട്ട് പോകുമ്പോ കുറേ വാക്കുകൾ നമുക്ക് പഠിക്കേണ്ടി വരും. ശരി, അപ്പൊ ക്ലാസ് എല്ലാം മനസ്സിലാവുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമന്റിൽ പറയൂ. ഏത് നാട്ടിൽ നിന്ന് നിങ്ങൾ ഇത് കാണണേന്നുള്ളതും കമന്റിൽ പറയൂ കേട്ടോ.